പരപ്പൻപാറ ചോലനായിക കുടുംബങ്ങളെ കൊടുംകാട്ടിനുള്ളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി അധികാരികൾ ബോധപൂർവം അട്ടിമറിച്ചെന്ന ആരോപണം. മൂപ്പനാട് 8ാം വാർഡിൽ വട്ടത്തുവയലിൽ ആദിവാസികൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാനായി വനംവകുപ്പ് വിട്ടുകൊടുത്ത 3 ഏക്കർ ഭൂമി കാടി മൂടിക്കിടക്കുന്നു. കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ പരപ്പൻപാറ കോളനിയിലെ 2 ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നാണ് ആരോപണം. 2019 പ്രളയകാലത്താണ് പരപ്പൻപാറ ചോലനായിക കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം ശക്തമായത്. ഉരുൾപൊട്ടൽ, വന്യജീവി ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന ഗോത്ര കുടുംബങ്ങളെ കാടാശ്ശേരിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ജഡ്ജ് നേരിട്ട് ഇവരെ സന്ദർശിക്കുകയും എത്രയും വേഗം പുനരധിവസിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഫണ്ട് പാസായി. തുടർന്ന് വനംവകുപ്പ് വട്ടത്തുവയലിലെ 3 ഏക്കർ ഭൂമി ഇവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം വിട്ടുകൊടുത്തു. തുടർ നടപടികൾക്കായി റവന്യൂ വനംവകുപ്പ് അധികാരികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ ആ പദ്ധതി അട്ടിമറിച്ചത് മൂലമാണ് കാട്ടാനാക്രമണത്തിൽ പരപ്പൻപാറ കോളനിയിലെ 2 ജീവൻ നഷ്ടമായതെന്നാണ് ആക്ഷേപമുയരുന്നത്. ദുർബല വിഭാഗമായ ചോലനായകരാണ് 70 കുടുംബങ്ങൾ. അതിൽ 17 കുടുംബം ഇവിടെ തന്നെ പരപ്പൻപാറയിലാണ്. അവരുടെ പുനരധിവാസം എന്ന് പറയുന്നത് ആ പ്രളയത്തിന്റെ സമയത്ത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ പുറകിൽ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായിക്കൊണ്ട് ഉള്ള ഫോളോ അപ്പ് ഇല്ലാത്തതിന്റെ ഭാഗമായി അന്ന് ഞാനടക്കമുള്ള ആളുകൾ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ കേസ് കൊടുത്ത് ആ കേസിന്റെ വിധിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമി അന്ന് അവർക്ക് അനുവദിച്ചത്. ഇവിടെ അവർ വരാതിരിക്കാൻ ആവശ്യമായിക്കൊണ്ടുള്ള ഗൂഢ പ്രവർത്തനങ്ങൾ നടന്നതായി സംശയിക്കുകയാണ്. കാരണം അതിനകത്ത് ഫോറസ്റ്റിനകത്ത് ഇറങ്ങിച്ചെല്ലാൻ പലർക്കും പേടിയാണ്. താൽക്കാലിക വാച്ചർമാരെ അങ്ങോട്ട് പോവാറെന്ന് മനസ്സിലാക്കുന്നത്. 17 കുടുംബങ്ങളാണ് പരപ്പൻപാറ കോളനിയിലുള്ളത്. അവർക്ക് വനാവകാശ നിയമപ്രകാരം അവിടെ ഭൂമിയും അനുവദിച്ചിരുന്നു. 7 കുടുംബങ്ങൾ ഇപ്പോഴും കാടാശ്ശേരിയിലെ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അവശേഷിക്കുന്ന 10 കുടുംബങ്ങൾ ഇപ്പോഴും പരപ്പൻപാറയിലാണ് താമസിക്കുന്നത്. വനനിരീക്ഷണത്തിനും കാവലിനുമൊക്കെയായി ഇവരെ ഉപയോഗിക്കുമെന്നതിനാൽ ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ വനംവകുപ്പ് അധികൃതർക്ക് താൽപര്യമില്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. ഇനിയെങ്കിലും എത്രയും വേഗം നടപടി സ്വീകരിച്ച് പുനരധിവാസം നടപ്പാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മേപ്പാടി.